അത് കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് മീഡിയ വണ്ണിന്റെ ക്യാമറമാൻ ഉൾപ്പെടെ പകർത്തിയ ചിത്രം. അരമണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് വരി നിൽക്കുന്ന ഇടത്ത് നിന്ന് അവരുടെ ജോയിന്റ് സെക്രട്ടറി സ്ഥാനാർത്ഥി ഞങ്ങളുടെ ഒരു സഹപ്രവർത്തകയുടെ ബാലറ്റും ID കാർഡ് വാങ്ങി ഓടുന്നത്. നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്, അല്ലാതെ അത്ലറ്റിക്സ് ഒന്നല്ലല്ലോ നടക്കുന്നത്. വാങ്ങിയിട്ട് ഓടുകയാണ്. പോലീസുകാരെ സ്വാഭാവികമായിട്ട് ഓടിപ്പോകുന്ന കുട്ടിയെ കണ്ട് മറ്റുള്ളവർ കൂക്കി വിളിക്കുമ്പോൾ പോലീസ് പിടിച്ചു വെക്കുകയാണ്. പോലീസ് പിടിച്ചു വെക്കുമ്പോൾ ആ ദൃശ്യങ്ങൾ, നിങ്ങളുടെ ദൃശ്യങ്ങളിൽ ആ SFIയുടെ ജോയിന്റ് സെക്രട്ടറി കാൻഡിഡേറ്റ് പറയുന്നൊരു വാചകമുണ്ട്. അവരുടെ പത്രക്കാർ ചോദിക്കുകയാണ്, നിങ്ങൾ SFIയുടെ സ്ഥാനാർത്ഥിയാണോ? ഞാൻ SFI ഒന്നും അല്ല എന്നവർ പറയുന്ന മറുപടി. പച്ചക്കള്ളം നിങ്ങൾക്ക് മുമ്പിൽ പറയാണ്. ഇന്ന് വൈകുന്നേരം ഇവിടെ നടക്കുന്ന റാലിയിൽ മാലയിട്ട കുട്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ നിരന്തരമായി സർവകലാശാലക്കകത്ത് തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെടുമോ എന്ന ഭയം. ഓരോ ചോദ്യങ്ങളായിട്ട് ചോദിക്കാം. ഒരു സെക്കൻഡ്. അപ്പൊ നിങ്ങൾ കോടതിയിൽ വരെ പോയി ചെങ്കോട്ടയിൽ മതിയായ കരുതൽ വേണം എന്ന ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ, എന്നിട്ട് അവിടെ പോലീസിന്റെ കരുതൽ കിട്ടിയോ ഇല്ലയോ? തീർച്ചയായും ഇല്ല. ഞങ്ങൾക്കതിൽ പരാതിയുണ്ട്. ഇന്ന് ഉച്ചക്ക് ബഹുമാനപ്പെട്ട ഇവിടുത്തെ DYSPക്ക് ഞങ്ങൾ പരാതി കൊടുത്തു. എൻ്റെ മൊബൈൽ ഫോണിൽ നിന്ന് ഞാൻ അദ്ദേഹത്തിന് വാട്സാപ്പിൽ ഈ തട്ടിക്കൊണ്ടുപോയ കുട്ടികളുടെ ചിത്രവും അതുപോലെ തന്നെ കോൺടാക്ട് നമ്പറും ഒക്കെ കൊടുത്തു. അങ്ങനെയെങ്കിൽ SFI സംസ്ഥാന സെക്രട്ടറി പറയുന്നത് അങ്ങ് തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ശബ്ദ സന്ദേശമടക്കം എനിക്ക് എത്താൻ കഴിയില്ല, ഞാൻ ഇന്ന ദിക്കിലാണുള്ളത്, അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല അദ്ദേഹം വെല്ലുവിളിക്കുകയാണ്. അപ്പോൾ ഈ തട്ടിക്കൊണ്ടുപോയപ്പെട്ടു എന്ന് നിങ്ങൾ ആരോപിക്കുന്ന കുട്ടി ആരാണ്? അതിന്റെ വിശദാംശങ്ങൾ നിങ്ങൾ നൽകണമെന്ന് നവാസ്. തീർച്ചയായും ഞങ്ങൾ അതിൻ്റെ FIR രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ കാസർഗോഡ് മുനിസിപ്പൽ MSFന്റെ ഭാരവാഹിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഷജീർ എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ സഹിതമാണെങ്കിൽ ഞാൻ വേണുവിന് അയക്കാം. ഞങ്ങൾ ഇവിടുത്തെ SPക്കും DYSPക്കും SHOക്കും അതിന് ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. തട്ടിക്കൊണ്ടുപോയ കാറ് അത് ടാറ്റ നെക്സോൺ വൈറ്റ് കാറാണ്. അതിൻ്റെ നമ്പർ ആരംഭിക്കുന്നത് അത് KL54A എന്ന് പറയുന്ന അക്ഷരത്തിലാണ്. ബാക്കി നമ്പർ എനിക്ക് നോട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. വിശദമായി ഇന്ന് ഉച്ചക്ക് തന്നെ ഞങ്ങൾ പോലീസിന് കൈമാറിയിട്ടുണ്ട്. ആ വാർത്തകൾ നിങ്ങളിപ്പോൾ ബ്രേക്ക് ചെയ്തപ്പോഴാണ് 1 മണിക്ക് ശേഷം അദ്ദേഹത്തെ റെയിൽവേ സ്റ്റേഷനിൽ അതേ കാറിൽ വന്ന് തള്ളിയിട്ടിട്ട് ആ കാറുമായി അവർ മുന്നോട്ട് പോയത്. അത് വളരെ കൃത്യമായി നമുക്ക് മുമ്പിലുണ്ട്. മാത്രമല്ല ശ്രീ വേണു, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് SFIയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ വാചകത്തെ നിങ്ങൾ വിശ്വസിക്കണമെങ്കിൽ ഞാൻ ഒരു വീഡിയോ വേണുവിന് അയക്കാം. ഇന്ന് നിങ്ങളുടെ വീഡിയോ അയക്കേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങളുടെ ചാനൽ കൊടുത്തതാണ്. ഒരാൾ ബാലറ്റ് വാങ്ങി വന്ന SFIയുടെ ഭാരവാഹി പറയാണ് ഞാൻ SFIയുടെ ഭാരവാഹിയെ അല്ല. സംസ്ഥാന സെക്രട്ടറി പറയുന്നതെല്ലാം ശരിയാണ് എന്ന് അടിവരയിടുകയല്ല. അപ്പോൾ നിങ്ങൾ പറയുന്ന തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്ന ആൾ ഇപ്പോൾ ഉണ്ട് അവിടെ. അയാളെ ഇവർ തന്നെ വേറൊരു വണ്ടിയിൽ കൊണ്ടുവന്ന് അവിടെ തള്ളിയിടുകയായിരുന്നു എന്നല്ലേ ഇപ്പൊ നവാസ് പറഞ്ഞത്? അതെ, ഇന്ന് രാവിലെയാണ് അദ്ദേഹത്തെ കൊണ്ടുപോയത്. ഉച്ചക്ക് 1 മണിക്ക് ശേഷം റെയിൽവേ സ്റ്റേഷൻ പരിസരത്താണ് അദ്ദേഹത്തെ ഉപേക്ഷിച്ചത്. അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ ഈ സംസാരിക്കുന്ന സമയത്തും തിരികെ തന്നിട്ടില്ല. ഞങ്ങൾ കണ്ണൂർ പോലീസ് സ്റ്റേഷനിൽ അതുമായി ബന്ധപ്പെട്ട് പരാതി കൊടുത്തിട്ടുണ്ട്.